സോ മോഡ്യൂൾ 3 കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നിങ്ങൾ എന്തൊക്കെ കവർ ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ മോഡ്യൂൾ 3 യൂണിയൻ എക്സിക്യൂട്ടീവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ ജനറൽ ആയിട്ട് അവരൊരു 3 മാർക്കിന്റെ ചോദ്യം യൂണിയൻ എക്സിക്യൂട്ടീവിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം. അപ്പോൾ യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു, അതായത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, പിന്നെ അറ്റോർണി ജനറൽ, ഇവരെല്ലാം ചേർന്നതാണ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. എക്സിക്യൂട്ട് ചെയ്യുന്ന ആൾക്കാർ. പാർട്ട് 5 ഇതിനെക്കുറിച്ച് പറയുന്നത്. 52 മുതൽ 78 വരെയുള്ള ആർട്ടിക്കിളാണ് യൂണിയൻ എക്സിക്യൂട്ടീവിനെ കുറിച്ച് ഡീൽ ചെയ്യുന്നത്. പിന്നെ പ്രസിഡന്റിനെ കുറിച്ച് ഒരു റൈറ്റ് ഉണ്ട്. പ്രസിഡന്റ് എന്ന് പറയുന്നത് ഹെഡ് ഓഫ് ദ ഇന്ത്യൻ യൂണിയൻ ആണ്. പ്രസിഡന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് സിറ്റിസൺ ഓഫ് ദിസ് കൺട്രി ആണ്. പിന്നെ പ്രസിഡന്റിന്റെ ഇലക്ഷനിൽ ആര് പാർട്ടിസിപ്പേറ്റ് ചെയ്യും എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് പാർലമെന്റിലെ എല്ലാ മെമ്പേഴ്സും ഇലക്ടഡ് മെമ്പേഴ്സും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ലെജിസ്ലേറ്റീവ് അസംബ്ലികളിലെ ഇലക്ടഡ് മെമ്പേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. പിന്നെ ഡൽഹി ആൻഡ് പുതുച്ചേരി ഈ 2 സ്ഥലങ്ങളിലുള്ള ഇലക്ടഡ് മെമ്പേഴ്സും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. പിന്നെ ഇതിനകത്ത് വരുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് വീറ്റോ പവർ ഓഫ് ദ പ്രസിഡന്റ് ആണ്. പ്രസിഡന്റ് സൈൻ ചെയ്താലേ ബില്ല് അത് നിങ്ങൾക്കറിയാം അത് ലോ ആവുള്ളൂ. അപ്പൊ ഈ സൈൻ ചെയ്യുന്ന സമയത്ത് പ്രസിഡന്റിന് എക്സസൈസ് ചെയ്യാവുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇറ്റ് ഈസ് കോൾഡ് അബ്സല്യൂട്ട് വീറ്റോ. അബ്സല്യൂട്ട് വീറ്റോ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് റിജക്ട് ചെയ്യാം, സൈൻ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തിരിച്ചയക്കാം. പിന്നെ സസ്പെൻസീവ് വീറ്റോ. സസ്പെൻസീവ് വീറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മോഡിഫിക്കേഷൻസ് പറഞ്ഞതിന് ശേഷം അതായത് അത് തിരിച്ചയക്കാം, മോഡിഫിക്കേഷൻസോടുകൂടി തിരിച്ചയക്കാൻ പറഞ്ഞിട്ട് ഒരു ബില്ല് റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ അതിനെ സസ്പെൻസീവ് വീറ്റോ എന്ന് പറയും. ഓക്കെ, അതായത് ഫോർ ദ ടൈം ബീങ് ഇറ്റ് ഇസ് നോട്ട് സൈൻ. ഈ കറക്ഷൻസ് ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ സൈൻ ചെയ്ത് തരാം, അതിനാണ് സസ്പെൻസീവ് വീറ്റോ. പോക്കറ്റ് വീറ്റോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രസിഡന്റ് സൈൻ ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് വിത്ത് ഹോൾഡ് ചെയ്യുക, എടുത്ത് പോക്കറ്റിലിടുക. അത് തന്നെ, അതാണ് പോക്കറ്റ് വീറ്റോ. സൈനും ചെയ്യില്ല, ഒന്നും പറയത്തില്ല, അത് അതിനെക്കുറിച്ച് പിന്നെ മിണ്ടാതിരിക്കുക, അതാണ് പോക്കറ്റ് വീറ്റോ. പിന്നെ പ്രസിഡന്റ് ടേം എന്താണ്, എത്രയാണ്? 5 വർഷം. വേണമെങ്കിൽ പ്രസിഡന്റ് റിസൈൻ ചെയ്ത് പോവാം. അങ്ങനെ റിസൈൻ ചെയ്ത് പോവാണെങ്കിൽ റെസിഗ്നേഷൻ ലെറ്റർ വൈസ് പ്രസിഡന്റിന് എഴുതി കൊടുക്കും. ഓക്കെ, റിമൂവ് ചെയ്യാം ഇംപീച്ച്മെന്റ് വഴി പ്രസിഡന്റിനെ. ആ പ്രൊസീജിയറും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ പ്രസിഡന്റ് വേണ്ട ക്വാളിഫിക്കേഷൻസ്, ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്, നോക്കിക്കോളൂ. 35 വയസ്സിന് മുകളിലായിരിക്കണം, സിറ്റിസൺ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ. ഏതെങ്കിലും ഒരു ലെജിസ്ലേറ്റീവ് കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ഒരു മെമ്പർ ആയിരിക്കണം ഉള്ള കാര്യം. ഇംപീച്ച്മെന്റ് പ്രൊസീജിയർ, ഇത് എങ്ങനെയാണ് പ്രസിഡന്റിനെ റിമൂവ് ചെയ്യേണ്ടത്, ആ പ്രൊസീജിയർ വായിച്ചു പോകണം, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ പവേഴ്സ് ആൻഡ് ഫംഗ്ഷൻസ് നമ്മൾ പഠിച്ചിട്ടില്ലേ? എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ, ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻ, ഫൈനാൻഷ്യൽ ഫംഗ്ഷൻ, ജുഡീഷ്യൽ ഫംഗ്ഷൻ, ഡിപ്ലോമാറ്റിക്, മിലിറ്ററി ആൻഡ് എമർജൻസി. ഷോർട്ട് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, പഠിച്ചു പോക്കോളോ, നന്നായി എഴുതിക്കോളോ. ഇതിൽ പോയിന്റ്സ് വളരെ മിനിമൽ ആണ്. ഞാൻ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തപ്പോൾ ഒരുപാട് പോയിന്റ്സ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തന്നിട്ടുണ്ട്. ആ പോയിന്റ്സ് എല്ലാം എഴുതണം, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പിന്നെ വരുന്നത് വൈസ് പ്രസിഡന്റിനെ കുറിച്ചാണ്. വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇൻ കമാൻഡ് ആണ്, അതായത് സെക്കൻഡ് ഹയസ്റ്റ് ഓഫീസ് ആണ് വൈസ് പ്രസിഡന്റ് ഓഫീസ് എന്ന് പറഞ്ഞാൽ. പ്രസിഡന്റ് കഴിഞ്ഞാൽ വരുന്ന ആളാണ് വൈസ് പ്രസിഡന്റ്. ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആണ്. വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യസഭയുടെ ചെയർമാൻ ആണ്. ഓക്കെ, രാജ്യസഭയുടെ ചെയർമാൻ ആയിട്ട് ആരാണോ എലക്ട് ചെയ്യപ്പെടുന്നത് അയാൾ ഓട്ടോമാറ്റിക്കലി വൈസ് പ്രസിഡന്റ് ആയി മാറുന്നു. ഓക്കെ, അതായത് അയാളുടെ ഒറിജിനൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് രാജ്യസഭയുടെ ചെയർമാൻ ആണ്. ഓക്കെ, രാജ്യസഭയുടെ ചെയർമാനായിട്ട് ആര് വരുന്നോ അയാൾ വൈസ് പ്രസിഡന്റ് ആയിട്ട് മാറും. ഓക്കെ, ഇനി അയാളെ എലക്ട് ചെയ്യുന്ന രാജ്യസഭാ ചെയർമാനെ അല്ലെങ്കിൽ നമ്മുടെ വൈസ് പ്രസിഡന്റിനെ എലക്ട് ചെയ്യുന്ന ഇലക്ടോറൽ കോളേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കൺസിസ്റ്റിംഗ് ഓഫ് ബോത്ത് ഹൗസസ് ഓഫ് പാർലമെന്റ്. രാജ്യസഭയും ലോക്സഭയിലുള്ള എല്ലാ മെമ്പേഴ്സും എലക്ട് ചെയ്യും, അതായത് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അത് എലക്റ്റഡ് മെമ്പേഴ്സ് ആയിക്കോട്ടെ, നോൺ എലക്റ്റഡ് നോമിനേറ്റഡ് മെമ്പേഴ്സ് ആയിക്കോട്ടെ, ഈ 2 പേർക്കും വൈസ് പ്രസിഡന്റിന്റെ ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. പിന്നെ എലിജിബിലിറ്റി കണ്ടീഷൻ അതും സെയിം ആണ്. പ്രസിഡന്റിന് എന്താണ് എലിജിബിലിറ്റി കണ്ടീഷൻ, ഏകദേശം അത് തന്നെയാണ്. ഒരേ ഒരു വ്യത്യാസമുള്ളൂ, ഹി ഷുഡ് ബി ക്വാളിഫൈഡ് ടു ഫോർ എലക്ഷൻ ആസ് എ മെമ്പർ ഓഫ് രാജ്യസഭയാണ് നിങ്ങളുടെ വൈസ് പ്രസിഡന്റിന്റെ യോഗ്യത, പക്ഷെ ലോക്സഭയാണ് പ്രസിഡന്റിന്റെ യോഗ്യത കേട്ടോ. അതായത് ഹി ഷുഡ് ബി ക്വാളിഫൈഡ് ഫോർ എലക്ഷൻ ആസ് എ മെമ്പർ ഓഫ് രാജ്യസഭയാണ് വൈസ് പ്രസിഡന്റിന്, വെറസ് ലോക്സഭയാണ് പ്രസിഡന്റ്. ആ വ്യത്യാസമുള്ളൂ. പിന്നെ പവേഴ്സ് ഓഫ് വൈസ് പ്രസിഡന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീസ് ദ എക്സ് ഒഫീഷ്യൽ ചെയർമാൻ ഓഫ് രാജ്യസഭ. രാജ്യസഭ ചെയർമാൻ ആണ്, അതാണ് മെയിൻ പവർ. പിന്നെ അഥവാ പ്രസിഡന്റ് വേക്കന്റ് ആയി കഴിഞ്ഞാൽ, പ്രസിഡന്റ് സീറ്റ് വേക്കന്റ് ആയി കഴിഞ്ഞാൽ, അതായത് പ്രസിഡന്റ് പെട്ടെന്ന് മരിച്ചുപോയി, അല്ലെങ്കിൽ പ്രസിഡന്റ് തീരെ വയ്യ, പനിയാണെന്ന് വിചാരിച്ചോ, ഓക്കെ, അല്ലെങ്കിൽ പ്രസിഡന്റ് ഈസ് ഇൻ കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് മൈൻഡ് ആണെന്ന് വിചാരിച്ചോ, ഓക്കെ, ഹീസ് മെന്റലി ഇല്ല ആണെന്ന് വിചാരിച്ചോ, അങ്ങനെയാണെങ്കിലും, അല്ലെങ്കിൽ പ്രസിഡന്റ് പെട്ടെന്ന് റിസൈൻ ചെയ്ത് പോയി, പ്രസിഡന്റ് പെട്ടെന്ന് റിമൂവ് ചെയ്ത് ഇംപീച്ച് ചെയ്യപ്പെട്ടു, ഈ കേസിലൊക്കെ
പെട്ടെന്ന് ഒരു പ്രസിഡന്റ് ഇലക്ഷൻ നടത്തി പുതിയൊരു പ്രസിഡന്റിനെ അങ്ങനെ ഇലക്ഷൻ കമ്മീഷന് പെട്ടെന്ന് അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. ആ കാലയളവിൽ പ്രസിഡന്റായിട്ട് ആക്ട് ചെയ്യുന്ന വൈസ് പ്രസിഡന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ പ്രിൻസിപ്പൾ പെട്ടെന്ന് ഇല്ലാതായി കഴിഞ്ഞാൽ വൈസ് പ്രിൻസിപ്പൾ ആയിരിക്കും പ്രിൻസിപ്പളായിട്ട് ആക്ട് ചെയ്യുക. അതാണ് വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. പിന്നെ വൈസ് പ്രസിഡന്റ് ടേം ഓഫ് ഓഫീസ് എത്രയാണ്? സെയിം 5 വർഷമാണ് വൈസ് പ്രസിഡന്റ് ടേം ഓഫ് ഓഫീസ് എന്ന് പറയുന്നത്. അതിനിടയിൽ റിസൈൻ ചെയ്ത് പോകാം. റിസൈൻ ചെയ്യുന്ന സമയത്ത് റെസിഗ്നേഷൻ ലെറ്റർ പ്രസിഡന്റിനായിരിക്കണം കൈമാറേണ്ടത്. ഓക്കെ, പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം വേ നമുക്ക് ലോക്സഭയിലും രാജ്യസഭയിലും ഒരു റെസൊല്യൂഷൻ മൂവ് ചെയ്തുകൊണ്ട് നമുക്ക് വൈസ് പ്രസിഡന്റിനെയും റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്ന പ്രൈം മിനിസ്റ്റർ ആണ്. പ്രൈം മിനിസ്റ്ററിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആണ്. വൈസ് പ്രസിഡന്റ് പ്രൈം മിനിസ്റ്ററിന് ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട് ഇൻ റിലേഷൻ ടു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, ഇൻ റിലേഷൻ ടു പാർലമെന്റ് ആൻഡ് ഇൻ റിലേഷൻ ടു ദ പ്രസിഡന്റ്. നമ്മൾ പഠിച്ചിട്ടില്ലേ 3 ഹെഡിങ് സബ് ഹെഡിങ്സ് കൊടുത്ത്, അതങ്ങനെ പഠിച്ചോളൂ കേട്ടോ. അതായത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്ന പ്രസിഡന്റ് ആണെങ്കിലും അണ്ടർ ദ അഡ്വൈസ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ ആണ്. മിനിസ്റ്റർ പോർട്ട്ഫോളിയോസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്, അല്ലെ? ആർക്കൊക്കെ എന്തൊക്കെ മിനിസ്ട്രി കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത്. മിനിസ്ട്രിയിൽ നിന്ന് പുറത്താക്കുന്നതും പ്രൈം മിനിസ്റ്റർ ആണ്. മിനിസ്ട്രി റീഷഫിൾ ചെയ്യുന്ന പ്രൈം മിനിസ്റ്റർ ആണ്. അതായത് ഇന്ന് പവർ മിനിസ്റ്റർ ആയിട്ടിരിക്കുന്ന ആളെ ചിലപ്പോൾ നാളെ കോൾ മിനിസ്റ്റർ ആക്കാം, നാളെ കോൾ മിനിസ്റ്റർ ആയിട്ടിരിക്കുന്ന ആളെ ചിലപ്പോൾ മറ്റന്നാൾ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആക്കാം. പോർട്ട്ഫോളിയോ ചേഞ്ച് ചെയ്യുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്. ഓക്കെ, പ്രസിഡന്റിനുമായിട്ടുള്ള റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിസ്ട്രിയിൽ നടക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് ആ സമയം പ്രസിഡന്റിനെ പോയി ഇൻഫോം ചെയ്യുക. ആ ഡ്യൂട്ടിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രൈം മിനിസ്റ്ററിനുള്ളത്. അഥവാ പ്രസിഡന്റ് ഇൻഫോം ചെയ്തില്ലെങ്കിൽ പ്രസിഡന്റ് വേണമെങ്കിൽ ആളെ വിട്ട് പ്രൈം മിനിസ്റ്ററിനെ വിളിപ്പിക്കും, എന്നിട്ട് കാര്യങ്ങൾ ബ്രീഫ് ചെയ്യാൻ പറയും. ഇതൊക്കെയാണ് റിലേഷൻസ് ഓഫ് പ്രൈം മിനിസ്റ്റർ ആൻഡ് പ്രസിഡന്റ്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈം മിനിസ്റ്ററും ഹൗസ് ലോക്സഭയായിട്ട് ബന്ധപ്പെട്ട് പാർലമെന്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന റിലേഷൻ ആണ്. അതായത് ഇപ്പോൾ പാർലമെന്റ് ഡിസോൾവ് ചെയ്യാനുള്ള അധികാരം പ്രൈം മിനിസ്റ്റർ ഉണ്ട്. പ്രൈം മിനിസ്റ്റർ വേണമെങ്കിൽ പ്രസിഡന്റ് അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെന്റ് അടക്കം ഡിസോൾവ് ചെയ്ത് കളയാം. പിന്നെ പ്രൈം മിനിസ്റ്റർ ആണ് പ്രൈം മിനിസ്റ്റർ ആണ് ഗവൺമെന്റ് പോളിസീസ് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ സമൺ ചെയ്യാനും പ്രൊവോക്ക് ചെയ്യാനും, അതായത് പാർലമെന്റ് വിളിച്ചു കൂട്ടുന്നതും പാർലമെന്റ് പിരിച്ചുവിടുന്നതും പ്രസിഡന്റ് ആണെങ്കിൽ അത് ഓൺ ദി അഡ്വൈസ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ ആണ്. ഇതൊക്കെ ഓർത്ത് വെച്ചോളാം. പിന്നെ നീതി ആയോഗിന്റെ ചെയർമാൻ, നാഷണൽ ഇന്റഗ്രേഷൻ കൗൺസിലിന്റെ ചെയർമാൻ, ഇന്റർ സ്റ്റേറ്റ് കൗൺസിലിന്റെ ചെയർമാൻ, നാഷണൽ വാട്ടർ റിസോഴ്സ് കൗൺസിലിന്റെ ചെയർമാൻ, ഇതിന്റെയൊക്കെ ചെയർമാൻ പ്രൈം മിനിസ്റ്റർ ആണ് ഓട്ടോമാറ്റിക്കലി. ഓക്കെ, ഇനി അടുത്തത് സെൻട്രൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കാണ്. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പൊ ഇതിൽ ഓർത്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കാറ്റഗറി ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട്. ഒന്ന് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്, പിന്നെ ഒന്ന് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്, പിന്നെ ഒന്ന് ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ്. മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റിൽ തന്നെ 2 കാറ്റഗറി ഉണ്ട്. ഇൻഡിപെൻഡന്റ് ചാർജ് ഉള്ള മിനിസ്ട്രീസും പിന്നെ ഇൻഡിപെൻഡന്റ് ചാർജ് ഇല്ലാത്തതും. ഓക്കെ, എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതായത് നിങ്ങൾക്കറിയാം, ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈം മിനിസ്റ്ററിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൈം മിനിസ്റ്റർ അപ്പോയിന്റ് ചെയ്യുന്നതാണ് ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ രാജ്നാഥ് സിംഗ് എന്ന് പറയുന്നത് ഡിഫൻസ് മിനിസ്റ്റർ ആണ്, ഹോം മിനിസ്റ്റർ ആണ് അമിത് ഷാ എന്ന് പറയുന്നത്. ഇവരൊക്കെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രൈം മിനിസ്റ്റർ ആണ്. പ്രൈം മിനിസ്റ്റർ ആണ് ശരിക്കും പ്രസിഡന്റിനോട് പറഞ്ഞ് അപ്പോയിന്റ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ മിനിസ്റ്റേഴ്സിലൊക്കെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും പല പല കാറ്റഗറി ആയിട്ട്. ഒന്ന് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്. ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് മിനിസ്ട്രീസ് ആണ്. അതായത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 10 മിനിസ്ട്രി ഉണ്ട്. അതായത് ഡിഫൻസ് മിനിസ്ട്രി, ഫൈനാൻസ് മിനിസ്ട്രി, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ മിനിസ്ട്രി, അതുപോലെ ഹോം മിനിസ്ട്രി, അതുപോലെ ഫിനാൻസ് മിനിസ്ട്രി, ഹെൽത്ത്, പിന്നെ എഡ്യൂക്കേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കോർ മിനിസ്ട്രീസ് ആണ്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവരുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ക്യാബിനറ്റ് കൂടും. നിങ്ങൾ കേട്ടോ ക്യാബിനറ്റ് കൂടി എന്ന് പറയില്ലേ? ക്യാബിനറ്റ് കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 10-66 മിനിസ്റ്റേഴ്സ് ഉണ്ട് സെൻട്രൽ ഗവൺമെന്റിന്. പക്ഷേ അതിൽ തന്നെ ഏകദേശം ഒരു 10-15 മിനിസ്റ്റേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീ പോർട്ട്ഫോളിയോസ് കൈകാര്യം ചെയ്യുന്ന മിനിസ്റ്റേഴ്സ് ഉണ്ട്. അവരെയാണ് നമ്മൾ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എന്ന് പറയാം. ഇനി മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ് വിത്ത് ഇൻഡിപെൻഡന്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സഹമന്ത്രിമാരാണ്. ഓക്കെ, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സഹമന്ത്രിമാർ. ഒരു മിനിസ്റ്റർ ഉണ്ടായിരിക്കും ആ മിനിസ്റ്ററിനെ സഹായിക്കാനായിട്ട്. ഇപ്പൊ ഹോം മിനിസ്റ്റർ ആയിട്ട് അമിത് ഷാ ഉണ്ടെങ്കിൽ അമിത് ഷാനെ സഹായിക്കാനായിട്ട് വേറൊരു മിനിസ്റ്ററും കൂടെ അതിന്റെ കൂട്ടത്തിലുണ്ടാവും, മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആയിട്ട് സഹമന്ത്രി. ഓക്കെ, വേറെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് വിത്ത് ഇൻഡിപെൻഡന്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സഹായിക്കാനുള്ള ഒരു മിനിസ്റ്റർ അല്ല, അയാൾക്ക് ഒരു ഇൻഡിപെൻഡന്റ് ചാർജ് ഉണ്ട്. അപ്പൊ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് വിത്ത് ഇൻഡിപെൻഡന്റ് ചാർജ് ഫോർ കോൾ എന്ന് പറഞ്ഞാൽ കോൾ എന്ന് പറയുന്ന ആ സെക്ടർ കൈകാര്യം ചെയ്യുന്ന ആ മിനിസ്റ്റർ തന്നെയായിരിക്കും. ഓക്കെ, പിന്നെ ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ്. ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സഹായിക്കാനായിട്ടുള്ള കുറെ മിനിസ്റ്റേഴ്സ്. ഏകദേശം 15% ഓഫ് ദ ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദ ലോക്സഭയാണ് പരമാവധി മിനിസ്റ്റേഴ്സ് പാടുള്ളൂ. ഇപ്പൊ ലോക്സഭയുടെ പരമാവധി
അംഗസംഖ്യ എന്ന് പറയുന്നത് ഏകദേശം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എത്രയാണ് അംഗസംഖ്യ എന്ന് നിങ്ങൾക്കറിയാം. നമുക്കിപ്പോ ഏകദേശം 543 അതിന്റെ 15% മിനിസ്റ്റേഴ്സ് ആണ് ഇപ്പോൾ ഉണ്ടാവുള്ളൂ മാക്സിമം. ഓക്കെ. പിന്നെ അറ്റോർണി ജനറൽ, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അറ്റോർണി ജനറൽ അഡ്വക്കേറ്റ് ആണ് സെൻട്രൽ ഗവൺമെന്റിന്റെ. അയാളുടെ ഡ്യൂട്ടീസ് ആൻഡ് ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്. പിന്നെ പാർലമെന്റിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് നമ്മൾ ഡിസ്കസ് ചെയ്ത ലോക്സഭയെ കുറിച്ചും രാജ്യസഭയെ കുറിച്ചും. ലോക്സഭ എന്ന് പറയുന്നത് ലോവർ ഹൗസ്, രാജ്യസഭ എന്ന് പറയുന്നത് അപ്പർ ഹൗസ്. ലോക്സഭയെ നമ്മൾ എന്ത് പറയും, ഫസ്റ്റ് ചേംബർ എന്ന് പറയും. രാജ്യസഭയെ നമ്മൾ സെക്കൻഡ് ചേംബർ എന്ന് പറയും. ഹൗസ് ഓഫ് പീപ്പിൾ എന്ന് പറയും ലോക്സഭയെ. രാജ്യസഭയെ ഹൗസ് ഓഫ് എൽഡേഴ്സ് എന്ന് പറയും. ഓക്കെ. എലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ലോക്സഭയിലുള്ളത്. രാജ്യസഭയിലുള്ളത് നോമിനേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. 543 പേരാണ് ലോക്സഭയിലുള്ളത്, 245 പേരാണ് രാജ്യസഭയിലുള്ളത്. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത 12 നോമിനേറ്റഡ് മെമ്പേഴ്സ് ഉണ്ട്. ആ നോമിനേറ്റഡ് മെമ്പേഴ്സ് ആവാനുള്ള കാരണം പിന്നെ നമുക്ക് ആംഗ്ലോ ഇന്ത്യൻ റെപ്രസെന്റേഷൻ ഉണ്ട് ലോക്സഭയിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ രാജ്യസഭയെ കുറിച്ചും ലോക്സഭയെ കുറിച്ചും വായിച്ചിരിക്കണം. രാജ്യസഭയുടെ ടേം 6 വർഷമാണ്, ലോക്സഭയുടെ ടേം 5 വർഷമാണ്. ഇതൊക്കെ ഓർത്ത് വെച്ചോളൂ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ മെമ്പർഷിപ്പ് ഓഫ് പാർലമെന്റ്, ക്വാളിഫിക്കേഷൻ ആൻഡ് ഡിസ്ക്വാളിഫിക്കേഷൻ. ഒരു പാർലമെന്റ് മെമ്പർ ആവണം, ലോക്സഭാ മെമ്പർ, രാജ്യസഭാ മെമ്പർ ആവണമെന്നുണ്ടെങ്കിൽ എന്താണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്? ഹി ഷുഡ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ, 30 വയസ്സ് 25 വയസ്സിന് മുകളിലായിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഡിസ്ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നന്നായി പഠിച്ചു വെച്ചോളൂ, കാരണം ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കാണുന്നുണ്ട്. ഡിസ്ക്വാളിഫിക്കേഷൻസ് ആൻഡ് ക്വാളിഫിക്കേഷൻസ് ടു ബിക്കം എ പാർലമെന്റ് മെമ്പർ. ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയായിരിക്കും നിങ്ങൾ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അപ്ലൈ ചെയ്യേണ്ടത്. മോഡ്യൂൾ നമ്പർ 4-ലും ഇത് തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ. ഒന്ന് പാർലമെന്റ്, പിന്നെ ഒന്ന് മോഡ്യൂൾ 3 പാർലമെന്റിനെ കുറിച്ചാണ് പറയണമെന്നുണ്ടെങ്കിൽ മോഡ്യൂൾ 4 പറയുന്നത് അസംബ്ലിയെ കുറിച്ചാണ്. പക്ഷെ സെയിം ആണ് കേട്ടോ. അതായത് ഒരു എലക്റ്റഡ് മെമ്പർ എന്ന് പറയുന്നത് ഡിസ്ക്വാളിഫൈഡ് ആവുന്ന എപ്പോഴാണ്? അൺസൗണ്ട് മൈൻഡ്, അതായത് മനസ്സ് തെറ്റിപ്പോയ ഒരാള്. ഓക്കെ. പ്രോപ്പർ ഒരു ഭ്രാന്ത് പിടിച്ച ആള് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നോട്ട് എ സിറ്റിസൺ ഓഫ് ദിസ് കൺട്രി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്ത ഒരാൾ ഡിസ്ക്വാളിഫൈഡ് ആവും. ഓക്കെ. പിന്നെ ഏതെങ്കിലും നിയമവശാൽ ഡിസ്ക്വാളിഫിക്കേഷൻ ആവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ ആ നിയമം വഴി ഡിസ്ക്വാളിഫൈഡ് ആവും. അതായത് നാളെ ഒരു നിയമം പാസ്സാക്കാണ്, അതായത് ഒരു പാർട്ടിയിൽ നിന്ന് വേറൊരു പാർട്ടിയിലേക്ക് പെട്ടെന്ന് പാർട്ടി മാറുന്ന ആളെ, അതായത് ഇലക്ഷൻ കഴിഞ്ഞ് പാർട്ടി മാറുന്ന ആളെ ഡിസ്ക്വാളിഫൈഡ് ആക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിയമപ്രകാരം ഡിസ്ക്വാളിഫൈഡ് ആവും. ഓക്കെ. പിന്നെ എന്തെങ്കിലും ഇലക്ഷൻ ഒഫൻസസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ബൂത്ത് റിഗ്ഗിങ്, അതായത് കള്ളത്തരത്തിൽ വോട്ട് ചെയ്യുക, ബാലറ്റിൽ തിരിമറി നടത്തുക, EVM-ൽ തിരിമറി നടത്തുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് ഡിസ്ക്വാളിഫിക്കേഷൻ ഉള്ള കാരണമാണ്. ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ഡിസ്ക്വാളിഫൈഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇത് നോക്കി വെച്ചോളാം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഡിസ്ക്വാളിഫിക്കേഷൻസ് ആൻഡ് ക്വാളിഫിക്കേഷൻസ്. ഓക്കെ. കറപ്ഷൻ ചെയ്യുക, ഡിസ്ലോയൽറ്റി ടു ദ സ്റ്റേറ്റ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, രാജ്യദ്രോഹപരമായ കാര്യങ്ങൾ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്ക്വാളിഫൈഡ് ആവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ ഫങ്ഷൻസ് ഓഫ് ദ പാർലമെന്റ്, എന്തൊക്കെ പാർലമെന്റ് ഫങ്ഷൻസ് ഉണ്ട്? നിയമം പാസ്സാക്കുന്നതാണ് മേജർ ഫങ്ഷൻ. അത് മാത്രമല്ല അതിന് ചില എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഫങ്ഷൻസും ഉണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുറെ കമ്മിറ്റികൾ ഉണ്ട് ഈ പാർലമെന്റിൽ കണ്ടോ. കമ്മിറ്റി ഓൺ പെറ്റീഷൻസ്, പിന്നെ കമ്മിറ്റി ഓൺ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ, പിന്നെ എത്തിക്സ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ഉണ്ട്. ഇങ്ങനെ ഡിഫറെന്റ് കമ്മിറ്റി ഉണ്ട്. കമ്മിറ്റി ഓൺ ഗവൺമെന്റ് അഷുറൻസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുണ്ട്. ഓക്കെ. ബഡ്ജറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ബഡ്ജറ്റിന്റെ കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നത്, അതായത് പൈസ കൂടുതലാണോ പൈസ കുറവാണോ ആ സെക്ടറിന് കൊടുത്തിരിക്കുന്നത്, ഇലക്ട്രിസിറ്റി സെക്ടറിന് കൊടുത്തിരിക്കുന്ന പൈസ കൂടുതലാണോ കുറവാണോ, ഇതൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു കമ്മിറ്റി ഉണ്ട്. അതിന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന് പറയും. പിന്നെ എത്തിക്സ് കമ്മിറ്റി, എന്തെങ്കിലും മെമ്പർ ഓഫ് പാർലമെന്റ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ശിക്ഷ കൊടുക്കാനായിട്ടുള്ള കമ്മിറ്റി പാർലമെന്റിൽ തന്നെയുണ്ട്. അതിന് എത്തിക്സ് കമ്മിറ്റി എന്ന് പറയും. അപ്പൊ ഇങ്ങനെയുള്ള കമ്മിറ്റികളും ശിക്ഷകളും അങ്ങനെ ചട്ടങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന കമ്മിറ്റികൾ ഒരുപാടുണ്ട്. അതാണ് എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദ പാർലമെന്റ് എന്ന് പറഞ്ഞ ഉദ്ദേശം. ഫൈനാൻസ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഡ്ജറ്റ് പാസ്സാക്കുന്നത് പാർലമെന്റിലാണ്. പിന്നെ കോൺസ്റ്റിറ്റ്യൂവന്റ് പവേഴ്സ് ആൻഡ് ഫംഗ്ഷൻസ് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യുന്ന പാർലമെന്റിലാണ്. ഇതൊക്കെയാണ്. ജുഡീഷ്യൽ പവേഴ്സ് ഉണ്ട്, പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാൻ പറ്റും കണ്ടോ, ഒരാളെ റിമൂവ് ചെയ്യാനുള്ള പറ്റും, സുപ്രീം കോർട്ട് ജഡ്ജസിനെ ഇംപീച്ച് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ജുഡീഷ്യൽ ഫംഗ്ഷൻസ് ആണ്. ഓക്കെ. പിന്നെ ഇലക്ടോറൽ പവേഴ്സ് ഉണ്ട് പാർലമെന്റിൽ, കാരണം പ്രസിഡന്റും വൈസ് പ്രസിഡന്റിന്റെയും എലക്റ്റഡ് മെമ്പേഴ്സ് അല്ലെങ്കിൽ എലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ആണ് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള ഫംഗ്ഷൻസ് ഓഫ് ദ പാർലമെന്റ് നോക്കി വെച്ചോളൂ. പിന്നെ ജുഡീഷ്യറി ആണ്. ജുഡീഷ്യറിയെ കുറിച്ച് നമ്മൾ നോക്കിയിട്ടുണ്ട്. ജഡ്ജസിനെ എങ്ങനെ അപ്പോയിന്റ് ചെയ്യുന്നു. ഓക്കെ. പിന്നെ ജഡ്ജസ് ആവാനുള്ള ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്, സുപ്രീം കോർട്ട് ജഡ്ജ് ആവാനുള്ള ക്വാളിഫിക്കേഷൻ, പിന്നെ എന്തൊക്കെ ജൂറിസ്ഡിക്ഷൻ പവേഴ്സ് ആണുള്ളത്, ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ, റിറ്റ് ജൂറിസ്ഡിക്ഷൻ, അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ, അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ, ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് നോക്കിക്കോളൂ. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ അപ്പീൽ ബൈ സ്പെഷ്യൽ ലീവ്. അപ്പീൽ ബൈ സ്പെഷ്യൽ ലീവ് എന്ന് പറഞ്ഞാൽ
അതായത് സുപ്രീം കോർട്ടിനുള്ള ഒരു പ്രത്യേക അധികാരമാണ്. അതായത് SLP എന്ന് പറയും, സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ. ഇത് ഉദ്ദേശിക്കുന്നത് ഇത്രയുള്ളൂ. ഹൈക്കോടതിയിൽ ഒരു കേസ് നടക്കുന്ന സമയത്ത് നമുക്ക് തോന്നുകയാണ് ആ കേസ് പ്രോപ്പർ ആയിട്ടല്ല ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈക്കോടതിയിൽ നിന്ന് പെട്ടെന്ന് ഒരു ലീവ് വാങ്ങിയിട്ട് നേരെ സുപ്രീം കോടതിയിലേക്ക് പോകാം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു പെർമിഷൻ വാങ്ങാൻ പോകുന്നു, നിങ്ങൾ GTസിനെ പോയി സമീപിച്ചു, GTസ് പെർമിഷൻ തരുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് ബൈപ്പാസ് ചെയ്ത് HOD കാണില്ലേ. അത് തന്നെയാണ് അപ്പീൽ ബൈ സ്പെഷ്യൽ ലീവ് എന്ന് പറഞ്ഞാൽ. ഹൈക്കോടതിയിൽ നടക്കുന്ന ഒരു വിഷയം നേരെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ, അതാണ് അപ്പീൽ ബൈ സ്പെഷ്യൽ ലീവ് എന്ന് പറയുന്നത്. സോ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ചോദിച്ചിട്ടുണ്ട്, സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഡിസ്ക്രിഷണറി പവർ ആണ്. അതായത് വേണമെങ്കിൽ സുപ്രീം കോടതിന് എന്റർടൈൻ ചെയ്താൽ മതി, എല്ലാ പെറ്റീഷൻസും സ്വീകരിക്കേണ്ട ആവശ്യമില്ല. അതായത് ഒരാൾ ഹൈക്കോടതിയിൽ കേസ് നടത്തുന്നതിന്റെ ഇടയിൽ അതിന്റെ ഇടയിൽ ഒരു പെറ്റീഷനുമായിട്ട് സുപ്രീം കോടതിയിൽ വരികയാണ് അതേ കേസുമായിട്ട്. അപ്പൊ അത് വേണമെങ്കിൽ കൺസിഡർ ചെയ്താൽ മതി സുപ്രീം കോടതിക്ക് പറയാൻ വേണമെങ്കിൽ ഹൈക്കോടതിയിൽ തന്നെ പോയി അത് ഡീൽ ചെയ്താൽ മതി എന്ന് പറയാം. ഓക്കെ, പിന്നെ ഫൈനൽ ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ടാവരുത്, എന്നാൽ മാത്രമേ ഇത് പോസിബിൾ ആയിരിക്കുള്ളൂ. അതായത് ഹൈക്കോടതി വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പെഷ്യൽ ലീവ് പെറ്റീഷന് വേറെ കാര്യം ഇല്ല. ഓക്കെ, കാരണം അപ്പൊ അപ്പീലായി മാറും. ഓക്കെ, അതായത് ഹൈക്കോടതി വിധിച്ചു, അതിന് അപ്പീലായിട്ട് സുപ്രീം കോടതി പോവാം. അവിടെ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ അത് കൊണ്ടുവരാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ മാറ്റേഴ്സിൽ ഇത് എക്സസൈസ് ചെയ്യാം, സിവിൽ മാറ്റേഴ്സിൽ, ക്രിമിനൽ മാറ്റേഴ്സിൽ, ഇൻകം മാറ്റേഴ്സിലൊക്കെ നിങ്ങൾക്ക് ഇത് എക്സസൈസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇത് ഹൈക്കോടതിക്കെതിരെ മാത്രമല്ല, ഇത് ട്രിബ്യൂണലിനെതിരെയും പറ്റും. ഓക്കെ, നമുക്ക് പല ട്രിബ്യൂണൽ, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ, അതായത് ഹരിത ട്രിബ്യൂണൽ എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് എൻവയൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ സോൾവ് ചെയ്യുന്നതാണ് ഹരിത ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. അതുപോലെ മിലിറ്ററി കേസസിന് വേണ്ടിയിട്ട് മിലിറ്ററിയുടെ ട്രിബ്യൂണൽ ഉണ്ട്, ആംസ് ട്രിബ്യൂണൽ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ട്രൈബ്യൂണൽസിലുള്ള കേസിലും നമുക്ക് ബൈപ്പാസ് ചെയ്തുകൊണ്ട് സുപ്രീം കോർട്ടിൽ സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ ആയിട്ട് പോവാം. ഓക്കെ, സോ ഇതൊക്കെയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഈ ജൂറിസ്ഡിക്ഷൻസ് പഠിച്ചോളൂ. ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, അതായത് സ്റ്റേറ്റുകൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കാനുള്ളതാണ് ആദ്യത്തെ സുപ്രീം കോർട്ടിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പവർ. പിന്നെ റിട്ട് ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹേബിയസ് കോർപ്പസ്, മെൻഡാമസ്, പ്രോഹിബിഷൻ, പോവാറട്ടോ, സെർഷ്യറി, ഇത് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം സുപ്രീം കോർട്ടിനുണ്ട്. അതാണ് റിട്ട് ജൂറിസ്ഡിക്ഷൻ. അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ കോടതിയിൽ ഒരു കേസ് അപ്പീലായിട്ട് ഹയർ കോടതിയിൽ പോയി സുപ്രീം കോടതിയിൽ എത്തും. അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിഡന്റിനെ അഡ്വൈസ് ചെയ്യാനുള്ള അധികാരം, അല്ലെങ്കിൽ പ്രസിഡന്റിന് അഡ്വൈസ് സീക്ക് ചെയ്യാം സുപ്രീം കോടതിയിൽ നിന്ന് എന്തെങ്കിലും നിയമപരമായ സംശയം ഉണ്ടെങ്കിൽ. കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതി വിധികൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് എ ലോ, അതായത് ഒരു നിയമത്തിന്റെ അതേ പ്രാബല്യമുണ്ട് ഒരു സുപ്രീം കോടതി ജഡ്ജ്മെന്റിന്. അത് ഫർദർ ആയിട്ടുള്ള ജഡ്ജ്മെന്റിന് ഒരു റെക്കോർഡ് പോലെ ആക്ട് ചെയ്യും. ഓക്കെ, പവർ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ, അതായത് കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലും ആർട്ടിക്കിൾ കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് ഭേദഗതി ചെയ്യാനുള്ള അധികാരം, ഭേദഗതിയല്ല, അത് സ്ട്രക്ക് ഡൗൺ ചെയ്യാനുള്ള അധികാരം സുപ്രീം കോടതിക്ക് ഉണ്ട്. അതിനെയാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഇന്റർപ്രിട്ടേഷൻ, അതായത് കോൺസ്റ്റിറ്റ്യൂഷനെ ഇന്റർപ്രിറ്റ് ചെയ്യുന്നതും സുപ്രീം കോടതി ആണ്, ഫൈനൽ ഇന്റർപ്രിറ്റർ എന്ന് പറയുന്നത്.